another very sharp area in the question paper, global warming. And parallelly we put a word called climate change. Random very important. So global warming and climate change. So both are again very important. What is global warming and what it leads to? Climate change. So you can see the word, when I put the word global warming, which literally means increase in the surface temperature of the earth, is denoted by the word global warming. See the word, increase in the surface temperature of the earth is denoted by the word called global warming. So the temperature is increasing. If you go through the data bank of India, നമ്മൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെട്രോളജി കേട്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല, IITM എന്ന് പറയും. ഇന്ത്യയിലെ വെതർ മുഴുക്ക ഇവരാണ് മോണിറ്റർ ചെയ്യപ്പെടുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെട്രോളജി എന്ന് പറയും. ഇവരുടെ ഫ്രീ വെബ്സൈറ്റ് ആണ്. ഇഫ് യു എൻ്ററിങ് ദ വെബ്സൈറ്റ്, വൺ ഓഫ് ദ സ്ലോഗൻ ഇസ് ഗ്ലോബൽ വാർമിംഗ്. യു ക്ലിക്ക് ദ ഗ്ലോബൽ വാർമിംഗ്, യു ഗെറ്റ് എ എൻ്റർ ഡേറ്റ ബാങ്ക് ഓഫ് ഇന്ത്യ ഫോർ ദ ലാസ്റ്റ് സെവറൽ ഇയേഴ്സ്. 25 കൊല്ലം കിട്ടും. And if you go through the data bank, for the last 24 years in India, the global temperature is increasing. I can put a very small example. Previously, we put the room temperature as 27 degrees centigrade. Now it is 32 degrees centigrade. ഇപ്പോൾ നിങ്ങൾ നെറ്റിൽ ടി വിയിൽ എല്ലാ ദിവസവും 4 സിറ്റിയുടെ ടെമ്പറേച്ചർ കാണിക്കും. ട്രിവാൻഡ്രം, കൊച്ചി, കാലിക്കറ്റ് ആൻഡ് one more I think. Okay, if you go to the temperature, minimum it will be 30 to 31 degree centigrade or 32 degree centigrade. എന്ന് പറയുമ്പോൾ നമ്മൾ 25-26 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു 10-20 കൊല്ലം മുമ്പ്, ഇപ്പം എന്തായിട്ട് മാറി 32 തൊട്ട് മാറിയിരിക്കുക. 5 ഡിഗ്രിയാണ് റൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വിത്തിൻ എ സ്പാൻ ഓഫ് 20 years. അപ്പോൾ അടുത്ത 5 കൊല്ലം കഴിയുമ്പോൾ എന്തായിരിക്കും? 37. ഓക്കെ, ഇനി അത് നോർമൽ പീരീഡിലാണ്. സമ്മറിലാകുമ്പം, കഴിഞ്ഞ സമ്മറിൽ എന്തായിരുന്നു ടെമ്പറേച്ചർ ഒന്ന് ഓർത്ത് നോക്കുക. 2019 മാർച്ച് ഏപ്രിൽ ഒന്ന് ഓർത്ത് നോക്കുക. വി ഫീൽ സ്വെറ്റഡ് ദ കേരള അല്ലേ? കേരളം സ്വെറ്റ് ചെയ്തെന്നാണ് പറയുന്നത്. കേരളം മാത്രമല്ല, ഇന്ത്യ സ്വെറ്റ് ചെയ്യപ്പെട്ടു അല്ലേ? ദ ടെമ്പറേച്ചർ ഈസ് നിയറിങ് 44.4 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ന് പറയുമ്പോൾ വി ആർ നിയറിങ് ടു ദ ടെമ്പറേച്ചർ കോൾഡ് 50 മാർക്ക്, ഹാഫ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. അപ്പോൾ ഓരോ കൊല്ലം ഇങ്ങനെ കൂടിക്കൊണ്ട് പോയാൽ മീൻ ടെമ്പറേച്ചർ എന്തെങ്കിലും പറയും 50 ഡിഗ്രിയിലെത്തും എന്ന് പറയുമ്പോൾ റോഡിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ചെന്നൈ, ഡൽഹി ഹാവ് ഗോട്ട് ദ സെയിം ഇമ്പാക്ട്. അപ്പോൾ നമുക്ക് 44 ആണെങ്കിൽ യു ഇമാജിൻ ദ ചെന്നൈ പീപ്പിൾ ആർ ദ പീപ്പിൾ ഓഫ് ഡൽഹി where the temperature reaching near to the value of 48 to 49 degrees centigrade. Okay, but that much the temperature is hotter. We put the word called global. Okay, whenever we use the word global warming, the additional wording will be climate change. What do you mean by the word climate change? The long-term impact of global warming due to atmospheric parameters or earth parameters is called by the term climate change. See the point here, the long-term impact of global warming leads to changing of climate. We brand the word called climate change. എന്താണ് ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ? വളരെ എക്സാമ്പിൾ പറയുമ്പോൾ മൺസൂൺ, മുമ്പൊക്കെ മൺസൂൺ കൃത്യം വരുന്നത് മെയ് ലാസ്റ്റിൽ തുടങ്ങും, ജൂലൈയിൽ അങ്ങ് എൻഡ് ചെയ്യും. ഇപ്പം മൺസൂണ് ജൂൺ ജൂലൈയിൽ മഴയില്ല. മഴ മുഴുക്ക എങ്ങനെയാണ് വരുന്നത്? മഴ എങ്ങനെയാണ് കിട്ടുന്നത് കേരളത്തിൽ? ഇഷ്ടം പോലെ. എങ്ങനെയാണ് കിട്ടുന്നത്? സ്പെസിഫിക് ആയിട്ട് എന്തില്ല, പീരീഡ് ഒന്നുമില്ല. തോന്നിയത് പോലെ മഴ പെയ്യും, മഴയില്ലാതെയും ആവും. ജൂൺ ജൂലൈയിൽ എന്താണ്? മഴയില്ല എന്ന് പറയുമ്പോൾ വി ലാസ്റ്റ് അവർ മൺസൂൺ. ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഗോട്ട് ദ പോയിന്റ്. അപ്പം ഞാൻ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കുക. ഒന്ന്, ഐ പ്ലേസ് ദ വേർഡ് റൈസ് ഇൻ ദ ഗ്ലോബൽ ടെമ്പറേച്ചർ or rise in the surface temperature of the earth. Its long-term impact is technically called with the term climate change. Okay, in എപ്പോഴും പേപ്പറിൽ വരുന്നൊരു വാക്കുണ്ട് ക്ലൈമറ്റ് ഫോഴ്സിങ്. വാട്ട് ഇറ്റ് ഇംപ്ലൈസ്? ഇതെല്ലാം ഞാൻ പേപ്പർ വാക്കുകളാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ടെക്നിക്കലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ. എന്താണ് ഈ ക്ലൈമറ്റ് ഫോഴ്സിങ് എന്ന് പറഞ്ഞത്? The factors which facilitate climate change is commonly called with the term climate forcing. Those factors which facilitate climate change is commonly branded as climate
forcing. It forces the climate to change. Such components are commonly branded as climate forcing. Okay, then the first word, why there is a global warming? The reason is again very simple. It's as a consequence of the component called greenhouse gases. The sole responsibility of climate change or the global warming is due to the high profile of the components called greenhouse gases. Okay, so that means gaseous form of certain molecule. I will put the example. The first one is the molecule, namely carbon dioxide, the prime molecule, the most potential molecule enlisted under GHG, carbon dioxide. Point number 1. Second molecule is your methane, hydrocarbon. Third is oxides of nitrogen, more appropriately NO2, nitrous oxide. Number 4, ground level ozone, GLO. Number 5, F gases. Number 6, water vapor. These are the 6 components branded by the terminology called greenhouse gases. അപ്പോൾ ഇവിടെ 3 ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു. ഒന്ന് AQI എന്ന് പറയുന്നൊരു പാരാമീറ്റേഴ്സ്, 2 ODS എന്ന് പറയുന്ന പാരാമീറ്റർ, 3 GHG. ഈ 3 ലിസ്റ്റാണ്. സം കോമ്പൗണ്ട്സ് ആർ കോമൺ, സം ആർ ഡിഫറൻറ്റ്. അപ്പോൾ അത് 3-ൽ ഏതെങ്കിലും ഒന്ന് എപ്പോഴും ഹിറ്റാവുന്നതാണ്. ഒന്ന് AQI പാരാമീറ്റേഴ്സ്, ഇന്നലെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്. 2 ODS, 3 ഇന്ന് പറഞ്ഞത് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഇതല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയാൽ പോയി, എല്ലാം പോയി. ഓക്കെ, ഐ റിപ്പീറ്റ് ദ പോയിന്റ്. കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, ഗ്രൗണ്ട് ലെവൽ ഓസോൺ, F gases, water vapor are generally branded as greenhouse gases. Okay, എന്ന് പറയുമ്പോൾ all these components are directly involved in the phenomena called global warming. So we commonly brand them by the word called global warming gases. Okay, clear? Then see how these gases induce global warming. Next question. So like the ODS inducing ozone depletion. Okay, the question is how these gases promoting the event called global warming. Okay, and the answer is again very simple. Usually these gases forming a continuous or a discontinuous patches along the atmosphere. We commonly call this layer by the term called greenhouse layer. Either they are occurring as a discrete mass or body or as a continuous layer. We brand them by the word called greenhouse layer. Okay, so the point number 1, the earth is ensheathed by a mass of greenhouse gases occurring either as discrete bodies or mass or as a continuous layer. Okay, then again this layer permitting the entry of sun rays into the earth, ranging from what we said in the last class, violet to red. This gas permitting the entry of sun rays into the earth, what we commonly call VIBGR, ranging from violet to the region called red. UV യുടെ കാണിക്കുന്നില്ല, എന്താ കാണിക്കാത്തത്? You got a ozone layer which completely screen out the UV. So only the VIBGR is entering into the earth. When the rays are coming into the earth, whatever I said there, greenhouse gases capable of absorbing the rays. So they are capable of absorbing the rays and emitting warmth, what we commonly call global warming, or what we put the word global warming potential. But രണ്ട് വാക്ക് വളരെ യുണീക്കാണ്. വേർഡിംഗ് ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വരുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കും. I repeat the word. The greenhouse gases
available in the earth capable of absorbing the rays. The amount of rays absorbed by the rays are not similar. It will be different. കാരണം ഓരോരുത്തർക്കും എന്തായിരിക്കും ഓരോ കപ്പാസിറ്റി ആയിരിക്കും കാണുന്നത്. അപ്പോൾ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ the amount of rays absorbed that will be emitted as warming is called with the term global warming potential. See the word, the amount of rays absorbed and emitting the warmth as global warming potential. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ്, the warming potential also vary among the GHG. അപ്പോൾ CO2 വാർമിംഗ് പൊട്ടൻഷ്യൽ ആയിരിക്കത്തില്ല എഫ് ഗ്യാസസിൻ്റെ, വേരിയബിൾ ആണ്. കാരണം ഓരോരുത്തർക്കും ഓരോ കപ്പാസിറ്റി ആയിരിക്കും കാണുന്നത്. ഓക്കെ, ആൻഡ് സീ ദ സെക്കൻഡ് പോയിന്റ്. ഇപ്പോൾ അബ്സോർബ് ചെയ്യുന്നു, വാംത്ത് പുറത്തോട്ട് വിടുകയാണ്. ബാക്കി റേ മുഴുവൻ എന്ത് ചെയ്യും? തിരിച്ചു റിഫ്ലക്ട് ചെയ്തങ്ങ് പോകും. So this is what happened regularly in the earth. Rays are coming, some amount is absorbed, rest of the rays are completely reflecting back. Okay, so year after year the amount of the gases tremendously increasing. Okay, so that means the layer became more and more thicker. So initially I made a line, single line. Now it became more and more thicker, more plenty, because the amount of these gases are tremendously increasing. Okay, then again as usual the sun rays are coming into the earth. When they come from sun, they carry plenty of energy, so they are reaching the earth as usual. They go for the event called absorption. The rays will be absorbed. Okay, and the remaining rays are what we commonly call reflecting rays. What will be the energy carried by the reflecting rays? Same as the incident light, or higher than the incident light, or lower than the incident light, or it will be unpredictable. My question is very simple. This is the incident light, coming light ആണ്. അകത്തോട്ട് വരുന്നത് ഇൻസിഡൻറ്റ് ലൈറ്റ് ആണ്. അബ്സോർപ്ഷൻ കഴിഞ്ഞ് പുറത്തോട്ട് പോകുന്നത് റിഫ്ലക്റ്റിംഗ് റേസ് ആണ്. എൻ്റെ ചോദ്യം, റിഫ്ലക്റ്റിംഗ് റേയുടെ എനർജി എന്തായിരിക്കും? സെയിം ആസ് യുവർ ഇൻസിഡൻറ്റ് ലൈറ്റ്, ഹയർ ദാൻ ഇൻസിഡൻറ്റ് ലൈറ്റ്, ലോവർ ദാൻ ഇൻസിഡൻറ്റ് ലൈറ്റ്, വേരിയബിൾ ആണോ? സെയിം ഒന്നു, ലോവർ ദാൻ ഇൻസിഡൻറ്റ് ലൈറ്റ്. കാരണം എപ്പോഴെങ്കിലും എനർജി അബ്സോർപ്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ എന്ത് നടക്കും? കുറയുമ്പോൾ എന്തായിരിക്കും? ഇവൻ്റെ എനർജി എന്തായിരിക്കും? കുറവാണ്. ഇനിഷ്യലി ദി വെന്റ് ബാക്ക്, ദ ലെയർ ഇസ് വെരി തിന്നർ. നൗ ദ ലെയർ ഇസ് മോർ തിക്കർ, സോ ദേ നോർമലി സ്ട്രൈക്ക് ഹിയർ ആൻഡ് ദേ ഗെയിൻ. എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? all the incident lights not going back, so amount of heat entrapment increases, leading to what we commonly calling the phenomena called when the വാക്കുകൾ ശ്രദ്ധിക്കണം. I never said the word the entire light is trapped അല്ല, ഞാൻ എന്താ പറഞ്ഞത്? all the incident light is not completely going back, but depends upon the amount of light absorbed, the warming regularly increases. അപ്പോൾ ഓരോ കൊല്ലം കഴിയും തോറും ഈ ലെയറുടെ തിക്നെസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻട്രാപ്മെൻറ്റ് ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് എന്ത് ചെയ്യും? കൂടുമ്പം ഓരോ വർഷവും ടെമ്പറേച്ചർ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അപ്പോൾ കുറയണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഗ്യാസസിൻ്റെ ലെവൽ എന്ത് ചെയ്യണം? അപ്പോൾ ദിസ് ഇസ് ദ വേ ഇൻ വിച്ച് it leading to the phenomena called global warming. Okay, but the question is answered here. Why GHG leading to global warming? Okay, again another very interesting question is that, so what should be the theoretical temperature of earth, not the temperature what we are feeling? നമ്മൾ എന്താ ഫീൽ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചത്. എൻ്റെ ചോദ്യം വളരെ സിമ്പിളാണ്.
what is the actual theoretical temperature of the earth? ആറാം ക്ലാസ് അല്ലെങ്കിൽ ഏഴാം ക്ലാസ് ജോഗ്രഫി ബുക്കിനകത്ത് ആദ്യത്തെ വേർഡ് അതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, മറന്നുപോയതാ. എർത്തിൻ്റെ പടം ഇട്ടിട്ട് ആദ്യത്തെ ലൈൻ അതാണ്, ദ എർത്ത് ടെമ്പറേച്ചർ ഈസ്. So it is non-imaginable. -16 to -18 degrees centigrade is the range. So the global earth temperature theoretically should be -16 to -18 degree centigrade. Again, the question here is that, do you feel the temperature anytime, anywhere in the world other than Arctic and Antarctic region? Do you feel? No, because this event. So earth is made into hospitable initially by the തുടക്കകാലങ്ങളിൽ നമ്മൾ ജീവിക്കാൻ സാഹചര്യം ഉണ്ടാക്കി തന്നത് ഈ ലെയർ ആയിരുന്നു. അന്ന് എന്ത് ചെയ്തു? ലൈറ്റ് അബ്സോർബ് ചെയ്തു, ചെറിയൊരു വാംത്ത് ഉണ്ടാക്കി തന്നു. മനസ്സിലായോ? ഇപ്പം എന്ത് സംഭവിച്ചു? ഈ ലെയർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കൂടിക്കൊണ്ടിരിക്കുക. കൂടുന്തോറും ചൂട്. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. So the real temperature is -16 to -18 degrees centigrade, but we never feel the temperature because of the component called greenhouse layer. They absorbing the sun rays, producing a warmth, a hospitable environment. But currently the thickness is increasing, leading to more global temperature rather than ideal environment. Okay, clear? Then അടുത്തൊരു ചാർട്ട് പോലെ എഴുതുക. നമ്പർ 1, you can put 1 2 3 4 5 5 കോളം കൊടുക്കുക. ഫസ്റ്റ് കോളം name of GHG, name of GHG. Again second column GWP. Third column span of life, like lifespan. And fourth column formation, എങ്ങനെ ഉണ്ടായി. Okay, number one carbon dioxide. Second column warming potential 1. So GWP is equal to 1. Span of life 100 to 1000 years. So highly variable ആണ്. So minimum 100 years can pull on to thousands of years. So 100 to 1000 years. Formation എന്താ ഇങ്ങനെ CO2 ഉണ്ടാകുന്നത്? Complete burning of anything. എന്തെങ്കിലും കോമ്പൗണ്ട് കംപ്ലീറ്റ്ലി ബേൺ ചെയ്ത് പോയാൽ, ഇൻകംപ്ലീറ്റ്ലി ആണെങ്കിൽ എന്ത് പറയണം? കാർബൺ മോണോക്സൈഡ്. കംപ്ലീറ്റ് ബേണിംഗ്. മീഥേൻ. വാർമിംഗ് പൊട്ടൻഷ്യൽ 21 times higher than CO2. അപ്പോൾ ആൻസർ is 21 times. Okay, then span of life 12 years, 12 കൊല്ലം. ഇനി ഫോർമേഷൻ എങ്ങനെ ഫോം ചെയ്യുന്നത്? ബയോഗ്യാസ്. നിങ്ങൾ ബയോഗ്യാസിൻ്റെ പ്രോഡക്റ്റ് മീഥേന. ഒരെണ്ണം കൂടെ പറയാം, മാർഷ് ഏരിയയിൽ ഉണ്ടാകുന്ന ഒരു ഗ്യാസ് ആണ് മീഥേൻ. വെള്ളം എവിടെയെങ്കിലും കെട്ടിക്കിടപ്പുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? മീഥേൻ ഉണ്ടാവും. 3 നൈട്രസ് ഓക്സൈഡ് NO2. Warming potential 310. Then span of life 120 years. 120 years. Then again fourth one, I put the word chlorofluorocarbon.
Chlorofluorocarbon. Which one? Nitrous oxide. Automobiles / fertilizer. Automobile or fertilizers. Then you can put the word F gases. ഒരുമിച്ച് പറയുക, ഇൻഡിവിജ്വലായിട്ട് പറയണ്ട, കാരണം ഓർക്കാൻ പറ്റത്തില്ല. ഫ്ലൂറിനേറ്റഡ് ഗ്യാസസ്. ഓക്കെ. സ്പാൻ ഓഫ് എന്താണ് വാർമിംഗ് പൊട്ടൻഷ്യൽ 11,700. 11700. 11,700. Span of life 270 years. 270 years. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ഇതാണ്: observe the following group, arrange them based upon their warming potential. Okay, അല്ലെങ്കിൽ arrange them based upon their span of life. രണ്ടും ചോദിക്കാം. ഇനി എഫ് ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെ പറയണം? മാൻ മെയ്ഡ് ആണ്. 4th കോളം. എഫ് ഗ്യാസ് എല്ലാം ഉണ്ടാക്കുന്നത് നാച്ചുറൽ അല്ല, നമ്മൾ ഉണ്ടാക്കുന്നതാണ്. മാൻ മെയ്ഡ് ആണ്. ഓക്കെ. ഇനി അടുത്ത വേറൊരു ചോദ്യം ചോദിക്കാം. കറൻ്റ്ലി which gas is enlisted globally as the most highest span of life bearing gas? Most highest span of life bearing. ചോദ്യം ഇങ്ങനെയും ചോദിക്കാം. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ എന്തായിരിക്കും പറയേണ്ടത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് വരുന്നത്. ബട്ട് ആക്ച്വലി ദ ആൻസർ ഈസ് പെർഫ്ലൂറോകാർബൺ, PFC. കാരണം അതൊരു റെയർ മോളിക്യൂൾ ആയതുകൊണ്ടാണ് ഞാൻ അവിടെ പറയാത്തത്. പെർഫ്ലൂറോകാർബൺ എഫ് ഗ്യാസിൽ വരുന്ന കോമ്പൗണ്ടാണ്. ബാക്കിൽ എഴുതിയിടുക 50,000 വർഷമാണ് സ്പാൻ ഓഫ് ലൈഫ്. 50,000 years. 50,000 years ആണ് എൻ്റെ സർവൈവൽ പീരിയഡ്. 2, ദ ഹയസ്റ്റ് വാർമിംഗ് പൊട്ടൻഷ്യൽ ഗ്യാസ്. അടുത്തൊരു ചോദ്യം, ഹയസ്റ്റ് വാർമിംഗ് പൊട്ടൻഷ്യൽ ഗ്യാസ്. ഹയസ്റ്റ് വാർമിംഗ് പൊട്ടൻഷ്യൽ ഗ്യാസ് എന്താ പറയേണ്ടത്? അതിനകത്ത് സ്പെസിഫിക് ആൻസർ പറയണം. സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ്. 23,900 times. 23,900 times. ഓക്കെ. അപ്പോൾ അങ്ങനെയും ചോദിക്കാം. ആ 2 കോമ്പൗണ്ട് ഞാൻ പറയാൻ കാരണം ന്യൂ ജനറേഷൻ കോമ്പൗണ്ട്സ് ആണ്, പഴയ ലിസ്റ്റിലൊന്നും കാണത്തില്ല. അപ്പോൾ ഐ റിപ്പീറ്റ് ദ പോയിന്റ്. പെർഫ്ലൂറോകാർബൺ possessing the highest span of life, nearly surviving 50,000 years. 50,000 വർഷമാണ്. അപ്പോൾ ഒരിക്കലും PFC റിലീസ് ചെയ്ത് കൊടുത്താൽ 50,000 വർഷം എന്ത് ചെയ്യും? ഭൂമിയിൽ കാണണം. ഓക്കെ. അപ്പം യു കൻ ഇമാജിൻ. പിന്നെ വേറെ ഒന്നും ഇമാജിൻ ചെയ്യാനില്ല. 2, ഏറ്റവും ഹയസ്റ്റ് വാർമിംഗ് പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്ന ഗ്യാസ് എഫ് ഗ്യാസസ് ആണ്. അതിനകത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ്. 23,000 ടൈം ഹയർ ദാൻ കാർബൺ ഡയോക്സൈഡ്. അത്രയാണ് നമുക്ക് ആമുഖം അറിയേണ്ട കമ്പോണൻസ്. ഇനി അടുത്തൊരു ഹെഡിങ് കൊടുക്കുക, ഇന്റർനാഷണൽ ബോഡീസ്.